അത് എത്ര ചോദിച്ചിട്ടും കിട്ടുന്നില്ല, ചെക്സ് തരുന്നു കിട്ടുന്നില്ല, ചെക്സ് മാറുന്നില്ല, റിട്ടേൺ ആവുന്നു, ചെക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. പല രീതിയിലും പല വിധത്തിലും ചോദിച്ചിട്ട് ഒരു രീതിയിലും കിട്ടുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഡ്യൂസറിന് അക്കൗണ്ട് ഉള്ള ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിലാണ് എല്ലാ ആഴ്ചയും ഏതോ ഒരു പെർട്ടിക്കുലർ ഡേ, ഐ തിങ്ക് ഇറ്റ് വാസ് എ തേഴ്സ്ഡേ, എല്ലാ തേഴ്സ്ഡേയും ചാനലിൽ നിന്ന് അതത് എപ്പിസോഡ്സിന്റെ പൈസ ഓരോ ആഴ്ചയിലെയും ഉള്ള എപ്പിസോഡ്സിന്റെ, അതായത് ഇപ്പം 1,20,000 ആണ് പെർ എപ്പിസോഡ് എന്നുണ്ടെങ്കിൽ 7 into 1,20,000 എത്രയാണോ അത്ര എമൗണ്ട് ആ ആഴ്ച ഡ്രോപ്പ് ആവും. അങ്ങനെയാണ് ചാനലിൽ നിന്ന് എവറി വീക്ക് വരും പൈസ. അപ്പൊ അത് ആ ബ്രാഞ്ചിലാണ് വരിക, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലാണ് വരിക. അപ്പൊ അതെനിക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ആ ബ്രാഞ്ചിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ എനിക്ക് ചെക്ക് ഉണ്ടല്ലോ, ഹി ഹാസ് ഗിവൻ മീ എ ചെക്ക്. അത് എല്ലാ പ്രാവശ്യം ചോദിക്കുമ്പോൾ ചെക്ക് തന്നിട്ടാണല്ലോ നമ്മളെ പറ്റിക്കാന്ന് ഞാൻ പറയില്ല. ഓക്കെ, പൈസ ഇല്ലായിരുന്നു, തന്നില്ല എന്ന് വിചാരിക്കാം, whatever. പക്ഷെ പൈസ ഉണ്ടായിരുന്നു, ചേച്ചിക്ക് തന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇത് പ്രസന്റ് ചെയ്തു. അല്ല, ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് കറക്റ്റ് ആയിട്ട് ഈ പൈസ തേഴ്സ്ഡേ വരും എന്ന് എനിക്ക് അറിയാമല്ലോ, അപ്പൊ എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് മാത്രം ഞാൻ കറക്റ്റായിട്ട് പ്രീവിയസ് സ്പെൻഡിങ് ഉൾപ്പെടെ എഴുതി ഈ ചെക്ക് പ്രസന്റ് ചെയ്യണം എന്ന് വിചാരിക്കണം. പക്ഷെ പ്രോബ്ലം